അഡൾട്ട് കോണ്ടന്റ് കുട്ടികൾ കാണാൻ തുടങ്ങുന്നതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 8നും 10നും ഇടയ്ക്കാണെന്നാണ് പറയുന്നത്. സോ അത് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്ന ഫാമിലിയിൽ 7-8 ഇയേഴ്സ് തന്നെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട് കുട്ടികൾ. കൂടുതലും ആക്സിഡൻ്റൽ എക്സ്പോഷറാണ്. കുട്ടികൾ വേണം എന്ന് വെച്ച് പോയി കാണുന്നതായിരിക്കില്ല. ബെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ബെസ്റ്റുമായിട്ട് റൈമിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അവയവം കാണുക, അങ്ങനെ. ഇപ്പോൾ സ്നാപ്ചാറ്റൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാൻഡം കണ്ടൻ്റ് ആണല്ലോ. റീലിലാണെങ്കിലും റാൻഡം കണ്ടൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് ഒരു പട്ടിക്കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതായിരിക്കും, രണ്ടാമത് കാണുന്നത് ഒരു കപ്പിൾ ആയിരിക്കും, മൂന്നാമത് കാണുന്നത് ഒരു കുഞ്ഞാവയായിരിക്കും. സോ അങ്ങനെ മാറി 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 വരുമ്പോൾ എന്തെങ്കിലും കണ്ടുപോകുന്നതൊക്കെയാണ്. സോ കൂടുതലും പേരൻസിനോട് പറയുന്നത്, നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ ഗാഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ, പഠിക്കാനോ ലീഷർ ആക്ടിവിറ്റിക്കോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് എന്ന് മുമ്പേ പറയുമ്പോൾ അവർ പ്രിപ്പയർഡ് ആവുന്നു. അതുപോലെ കണ്ട് ഞെട്ടാതിരിക്കുന്നു, പേടിക്കാതിരിക്കുന്നു, പനി വരാതിരിക്കുന്നു. അങ്ങനെയുള്ളതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പറയണം. ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട്, ഇത് അഡൾട്ട് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെ അഡൾട്ട് കണ്ടൻ്റ് ആണ്, അത് കുഞ്ഞ് കാണണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്ത് തരും, കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറ, നമുക്കിരുന്ന് സംസാരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കംപ്ലീറ്റ്ലി ഷെയിം ഫ്രീ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേരൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിൽ ഒന്നിനും എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യത്തില്ല, ഷെയിം ചെയ്യത്തില്ല, ബുള്ളി ചെയ്യത്തില്ല, കളിയാക്കത്തില്ല എന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്കോ ടീനേജർക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുമോ, ആരെങ്കിലും ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ. ഇപ്പോൾ വീഡിയോ ഗെയിമിലാണെങ്കിൽ തന്നെ ഡിസ്കോഡ് പോലത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഈ ഗെയിം കളിക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ തന്നെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഫ്രണ്ട്ലി ആയിട്ട് ചാറ്റ് ചെയ്തൊക്കെയാണ് അൺസേഫ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടിക്ക് അത് വീട്ടിൽ പറയാൻ പറ്റുന്നുണ്ട്. അപ്പം വീട്ടിൽ ആ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേരൻറ്റ് ചെയ്യേണ്ടത്. സോ പേരൻറ്റ് പരമാവധി കുട്ടിയുടെ ഗൂഗിൾ ആവുക, എത്രത്തോളം കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ആ കുട്ടിക്കുള്ള ക്യൂരിയോസിറ്റി പേരൻറ്റിനും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവർ പറഞ്ഞ പോയിന്റുമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും കുട്ടികളെയും ടീനേജേഴ്സിനെ ഒന്നും കുറ്റം പറയത്തില്ല. അവരെന്താണോ കാണുന്നത് അതൊക്കെ തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. പേരൻസ് ഒരു കാര്യത്തിനും വെളിയിൽ പോകുന്നില്ല, അവർക്ക് അവരുടേതായ ഹോബീസ് ഇല്ല, അവർക്ക് അവരുടെ വേറെ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല, അവർക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ്. അല്ലെങ്കിൽ സ്ട്രെസ്സ് വന്നാൽ അവർ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുവാണ്. എന്തെങ്കിലും വഴക്കോ ബഹളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കണക്റ്റ് ആവാൻ ഇതിന് മുമ്പിലാണ് ഇരിക്കുന്നത്, കഴിക്കുമ്പോഴും ഇതിന് മുമ്പിലാണ് ഇത് കഴിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പിള്ളേരത് കാണുമ്പോൾ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണ് കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ സ്റ്റേജിലോട്ട് നടന്നു വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ടി-വിയും ഒരു സ്പീക്കറും ഒക്കെ എടുത്തുകൊണ്ട് വന്നാൽ കാണാൻ ഭയങ്കര വിയേർഡായിരിക്കും. പക്ഷേ ഒരു ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം നോർമലാണ് നമുക്കത്. കയ്യിൽ ഉണ്ടല്ലോ നോർമൽ. സോ ആ നോർമലൈസേഷൻ വീട്ടിലുണ്ട്. സോ ഫോണിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതെവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടാത്തതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ആ രീതിയിൽ പേരൻസ് ജീവിച്ച് കാണിക്കുകയും കൂടെ വേണം.